പ്രിയപ്പെട്ടവരെ, ദുബായ് വാർത്ത വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലൈവിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ നാടിന്റെ നിർണായകമായ മഹോത്സവം, അതിന്റെ ഒരു നിശ്ചിത ഘട്ടം നാളെ ഡിസംബർ 13 രാവിലെ ഇന്ത്യൻ സമയം 8 മണിക്ക് ആ വോട്ടെണ്ണൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള വോട്ടെണ്ണൽ കൗണ്ടിങ് ഇത് ആരംഭിക്കുമ്പോൾ നാടുമായി കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു പുതുമ കൊണ്ടുവരാം എന്ന് നോക്കിയിട്ട് ദുബായ് വാർത്ത ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ കൗണ്ടിങ് ലൈവ്, അതോടൊപ്പം ഇത്തവണ നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ പ്രായോജകരിൽ ഒരാളായ അൽ ഹിന്ദ് ട്രാവൽസ് ആൻഡ് ടൂർസ് വന്നിട്ട് പറയുകയാണ്, ഈ പ്രവചനമൊക്കെ ശരിയാവുകയാണെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഞങ്ങളിതാ എയർ ടിക്കറ്റ് നൽകാം എന്ന് പറയുകയാണ്. സന്തോഷപൂർവ്വം ഞങ്ങൾ ആ ഓഫർ സ്വീകരിക്കുന്നു. അതിൽ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാണെന്നുള്ളത് ഇപ്പോഴേ തന്നെ ഇന്ന് രാത്രി നാളെ ഒക്കെ ആയിട്ട് ഈ മത്സരം എന്ന് തോന്നിപ്പിക്കാവുന്ന അന്തരീക്ഷത്തിൽ പങ്കെടുക്കാം. ചോദ്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതിനുമുമ്പ് ഒരു കാര്യം കൂടി, ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട പ്രായോജകരിൽ ഒരാളായ ഫിറ ഫുഡ്സ്, ക്വാളിറ്റി ഫുഡ്സ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഫിറ ഫുഡ്സ്, പ്രത്യേകിച്ച് മില്ലറ്റിന്റെ ഫുഡ് അവതരിപ്പിച്ചുകൊണ്ടൊരു വിസ്മയം സൃഷ്ടിച്ച ഫിറ ഫുഡ്സ് പറയുന്നു, ഗൾഫിൽ ഇരുന്നത് കാണുന്ന ആളുകൾക്ക് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏകദേശം ശരിയായ ഉത്തരം പറഞ്ഞാൽ അങ്ങനെയുള്ള 10 പേർക്ക് ഗൾഫിൽ സമ്മാനം തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് നാട്ടിൽ എത്തിച്ചു കൊടുക്കാം ആ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് ഫിറ ഫുഡ്സ് പുതിയ ബിരിയാണി റൈസും ഒക്കെ ആയിട്ട് ഇതാ വരികയാണ്. മൂന്നാമത് 43 വർഷമായിട്ട് ഇവിടെ നമ്മോടൊപ്പമുള്ള അൽ ഉസൂദ് കാർഗോ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായിട്ടൊക്കെ ഉത്തരം പറയുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ അവരിൽ നിന്ന് 5 പേരുടെ കാർഗോ ഫ്രീ ആയിട്ട് 50 കിലോഗ്രാം വരെ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാം എന്ന് പറയുകയാണ്. സന്തോഷമായില്ലേ? അൽ ഹിന്ദും എയർ ടിക്കറ്റ്, ഫിറ ഫുഡ്സ് സമ്മാനപ്പൊതികൾ, അൽ ഉസൂദ് കാർഗോ ഇങ്ങനെ കാർഗോ ഫ്രീ ആയിട്ട് എത്തിക്കുന്ന സമ്മാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ദുബായ് വാർത്ത 2025 അവസാനം ഈ തത്സമ ഇടപെടലുമായി ഇന്നും നാളെയുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ധന്യയിലേക്ക്, ദാവൂദിലേക്ക്, ആമിനയിലേക്ക് ഇത്രയും പേരാണ് എന്നോടൊപ്പം ലൈവിലുള്ളത്. അവരിലേക്ക് പോകുന്നതിന് മുമ്പ് ആമുഖമായി ഒരു ചോദ്യം ഞാൻ ഇന്നിപ്പോ എറിയുന്നു. നിങ്ങൾ കാണുന്ന ആർക്കും എവിടെ നിന്നും സൂചിപ്പിക്കാം. LDF-ന് എത്ര ജില്ലാ പഞ്ചായത്ത് കിട്ടും? UDF-ന് എത്ര കിട്ടും? NDA എത്ര കിട്ടും? ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. ഇപ്പോൾ കമന്റ് ബോക്സിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒന്ന് അയക്കൂ. ബാക്കി കണക്കും കാര്യങ്ങളൊക്കെ ധന്യയും ദാവൂദും ആമിനായും ചേർന്ന് ഇവിടെ പറയുകയാണ്. ഏതായാലും ഒന്നാമത്തെ ചോദ്യം ഞാനിതാ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നു. ഇത്രയും സമ്മാനങ്ങൾ കിട്ടാൻ വേണ്ടി നാടിന്റെ മഹോത്സവത്തിന് നാടുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നാട്ടിലേക്ക് പോകാൻ എയർ ടിക്കറ്റ്, നാട്ടിലേക്കുള്ള ബന്ധുക്കൾക്കുള്ള ഫിറ ഫുഡ്സിന്റെ സമ്മാനങ്ങൾ, അതുപോലെ നാട്ടിലേക്കുള്ള ബന്ധുക്കൾക്കുള്ള സമ്മാനങ്ങളുടെ പെരുമഴയായി മാറാവുന്ന അൽ ഉസൂദ് കാർഗോ കൊണ്ടുപോകുന്ന കാർഗോ ഫ്രീ ആയിട്ട് ഇത്രയും സമ്മാനങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇലക്ഷന്റെ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ആമുഖ ലൈവിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ധന്യ. നമസ്കാരം. കേരളത്തില് ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണക്കാരന്റെ പൾസ് ശരിക്കും മനസ്സിലാക്കാവുന്ന ലോക്കൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഫലം വരാനാണ് മണിക്കൂറുകൾ മാത്രം നമ്മൾ കാത്തിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് വളരെയധികം പ്രത്യേകത രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സെമി ഫൈനൽ എന്നുള്ള ഒരു തരത്തിലാണ് വീക്ഷിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. സാധാരണഗതിയിൽ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ സാധാരണക്കാരന്റെ അനിവാര്യമായിട്ടുള്ള അവരുടെ പ്രദേശത്തെ ലൊക്കാലിറ്റിയിലുള്ള വികസന വിഷയങ്ങളും വ്യക്തിപരമായിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ സ്വാധീനവും അതൊക്കെ വെച്ചിട്ടാണ് പലപ്പോഴും ആളുകൾ കൂടുതലായി വോട്ട് ചെയ്യുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ തെരഞ്ഞെടുപ്പില് ഈ വികസന രാഷ്ട്രീയം വളരെ കാര്യമായിട്ടൊന്നും ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. ലോക്കലായി ചില മേഖലകളിൽ അത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തെങ്കിലും നമ്മൾ ഏറ്റവും അധികം കേട്ടതുപോലെ ശബരിമല, സ്വർണ്ണപ്പിള്ള, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത്തരത്തിലുള്ള രാഷ്ട്രീയം വളരെ സജീവമായി ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഇതിനോട് സത്യത്തില് സാധാരണക്കാരായിട്ടുള്ള ആളുകള് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ള അവരുടെ മറുപടി എന്താണ് എന്നത് കൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ അറിയാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. നമ്മള് കേരളത്തിലിരുന്നാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ വീക്ഷിച്ചതും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓരോ വികസന പ്രവർത്തനങ്ങളും വിഷയങ്ങളെയും കണ്ടതും സ്ഥാനാർത്ഥികളുമായി നേരിട്ട് സംസാരിക്കാനൊക്കെ നമുക്ക് കഴിയുകയും ചെയ്തു. അവരുടെ വിജയ പ്രതീക്ഷകളെ കുറച്ചുകൂടി അടുത്തു നിന്ന് അറിയാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെയും ഈ ലൈവ് സ്ട്രീമുകൾ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത്തരം വിഷയങ്ങളിൽ
ജനങ്ങളെ സമീപിക്കുന്ന വ്യത്യസ്തതയാണ് എന്ന് നമുക്കറിയാം. പലപ്പോഴും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാറ്റേൺ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പാറ്റേൺ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ അവന്റെ അടുത്ത് നിൽക്കുന്ന രാഷ്ട്രീയമൊക്കെ കൈകാര്യം ചെയ്യുന്ന തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ടുവന്ന് സാധാരണക്കാരന്റെ ഡിസിഷനെ മാറ്റിമറിക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമം നടന്നോ എന്ന് ഞാൻ സംശയിക്കുന്നത് വ്യക്തിപരമായിട്ട്. എന്തായാലും കേരളത്തെ ധന്യ ഇപ്പോ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ധന്യ എങ്ങനെയാണ് ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ആമുഖം ഉണ്ടാവുക, അല്ലെങ്കിൽ എന്താണ് മനുഷ്യർ ചിന്തിക്കുന്നത് ഇത്രയധികം വിഷയങ്ങൾ നമുക്ക് മുമ്പാകെ വരുമ്പോൾ എന്നൊരു ആമുഖം നമുക്ക് കിട്ടാൻ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ രാവിലെ 8 മണിയോടെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ് എല്ലാം ആരംഭിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പുറകെ അറിയാൻ കഴിയും. എങ്കിലും മട്ടന്നൂർ ഒഴികെ 1199 ലോക്കൽ ബോഡീസിലേക്കാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. ഏകദേശം 75,000-ഓളം പേര് മത്സര രംഗത്ത് ഉണ്ട് വിവിധ തലങ്ങളിലായി. അവരുടെയൊക്കെ ഫലമാണ് നാളെ അറിയാൻ പോകുന്നത്. എന്തായാലും വളരെ ആകാംക്ഷയോടെയാണ് സത്യത്തില് കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം മാധ്യമ പ്രവർത്തകരും കാത്തിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഏത് രീതിയിലാണ് കേരളത്തിലെ സാധാരണക്കാരൻ പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ടറിയാം. ഈ ഒരു ഘട്ടത്തില് ഒരു പ്രവചനാതീതമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്ന് പറയാം. പക്ഷെ ചില എഡ്ജുകളുണ്ട്, അത് നമുക്ക് വഴിയെ നമുക്ക് സൂചിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ ധന്യ. ദാവൂദ് ധന്യ പറയുന്നത് രാവിലെ 8 മണി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുബായിൽ ഇരിക്കുമ്പോൾ 6:30 മണിയാണത്. കൊച്ചു വെളുപ്പാകാൻ അങ്ങോട്ട് കഴിയുന്ന സമയമാണ്. അപ്പൊ നമ്മൾ 6:30-ക്ക് ലൈവ് തുടങ്ങണമെങ്കിൽ 5:30-ക്ക് തന്നെ റെഡിയായി നമ്മൾ ലൈവ് ആരംഭിക്കണം. ഒരു 6 മണിക്കെങ്കിലും നമ്മൾ ആരംഭിച്ചേ പറ്റൂ അല്ലേ? എന്താണ് ഇവിടുത്തെ പൾസ് അറിയാവുന്ന ഒരു സാക്ഷാൽ മലപ്പുറം ഫുട്ബോൾ കളി പോലെ പലപ്പോഴും രാഷ്ട്രീയത്തെ കാണുന്ന ദാവൂദിന് എന്ത് തോന്നുന്നു ഈ സമയത്ത്? ധന്യചേച്ചി വളരെ വിശദമായിട്ട് കേരളത്തിൽ ചർച്ചയാകുന്ന പൊളിറ്റിക്കൽ ഭാഗത്തെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ ഗൾഫ് രാജ്യത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയുള്ള പ്രവാസികളെ കണക്ട് ചെയ്ത് പറയുമ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറയുന്നത് അവർക്ക് പലപ്പോഴും പ്രിയപ്പെട്ടതാണ്. കാരണം ഒരുപാട് ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾ ഈ ലോക്കൽ ലീഡർഷിപ്പുകളിലൊക്കെ ഇരുന്ന ആളുകളാണ്. അവർക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമുണ്ട്. ഇപ്പൊ നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ എൻ്റെ വാർഡ് പിടിച്ചെടുക്കണം. അപ്പം വലിയ കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു ഭയങ്കര സ്വകാര്യമായിക്കൊണ്ട് ആ വാർഡിനെയും പഞ്ചായത്തിനെയൊക്കെ കാണുന്ന പ്രവാസികളുടെ ഒരു മനസ്സ്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു മനസ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ അവര് പലപ്പോഴും വോട്ട് ചെയ്യാനായിട്ട് കുറെ ആളുകൾ പോകുന്നു. ഇവിടെ ഉള്ളവര് അവരുടെ വാർഡിലേക്ക് ഉറ്റുനോക്കുന്നു, അവരുടെ പഞ്ചായത്തിലേക്ക് ഉറ്റുനോക്കുന്നു. അപ്പൊ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഗൾഫ് നാടുകളിൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിന് തീർച്ചയായിട്ടും ഒരു കാരണം എന്ന് പറയുന്നത് ഈ ലോക്കൽ ലീഡർഷിപ്പുകളിലുള്ള തദ്ദേശീയ രാഷ്ട്രീയം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ചയാക്കുന്നതും പറയുന്നതും അവരുടെ കൂടി ഒരു എന്താ പറയാ ആഗ്രഹവും പ്രതീക്ഷയൊക്കെയാണ്. അപ്പൊ അവരുടെ വാർഡിൽ എന്ത് സംഭവിക്കും, അവരുടെ കാര്യങ്ങൾ എന്ത് നടക്കും എന്നുള്ളത് അറിയാൻ ഭയങ്കര ആകാംക്ഷ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ഇപ്പൊ നമ്മൾ ഈ നാളെ ലൈവ് തുടങ്ങുന്ന സമയത്ത് നമ്മളും ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് നമ്മുടെ വ്യൂവേഴ്സിനെ സമീപിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷന്റെ ലൈവ് നടക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ എയർ ടിക്കറ്റിന്റെ കാര്യമൊക്കെ പറയാറുണ്ട്. രാഷ്ട്രീയ നേതാക്കള് എലക്ഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അതൊക്കെ ശരിയാക്കാന്നൊക്കെ പറയും. അതിനും കൂടി നമുക്കൊന്ന് പരിഹസിക്കണമല്ലോ ഈ ഒരു ലൈവില്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ എലക്ഷന്റെ കൂടെ തന്നെ സമ്മാനമായിട്ട് എയർ ടിക്കറ്റ്, ഒന്നാമത് ഈ വില കൂടിയ ഒക്കെ സമയമാണ്. അപ്പോൾ ഒരാൾക്കോ ആണെങ്കിൽ കൂടി അത് നമ്മൾ ഈ ഒരു എലക്ഷൻ ലൈവിലൂടെ തന്നെ നൽകാൻ ഉദ്ദേശിക്കുകയാണ്. അൽഹിന്ദാണ് ആ ഒരു സമ്മാനം നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ നാളെ നമ്മുടെ ലൈവ് കാണുമ്പോൾ ലൈവായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മാനമായിട്ട് നാട്ടിലേക്ക് പോകാനുള്ള ഒരു എയർ ടിക്കറ്റ് ആ ഒരു ഭാഗ്യശാലിക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തന്നെ പങ്കുവെക്കാം. കമന്റ് ബോക്സ് നമ്മൾ വായിച്ചുകൊണ്ട് നിങ്ങളുടെ ഇന്ററാക്ഷൻസ് ഒക്കെ, നിങ്ങളുടെ രാഷ്ട്രീയ വശങ്ങൾ, അതല്ല ഇനിയിപ്പോ ചെറിയ ചെറിയ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് തന്നെയാണ് നാളത്തെ ലൈവ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. കൂടാതെ അല്ലുസൂദ് നൽകുന്ന 50 കിലോ കാർഗോ അയക്കാൻ, നാട്ടിലേക്ക് സൗജന്യമായിട്ട് കാർഗോ അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇലക്ഷന്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സമ്മാനം, നമ്മൾ ഇവിടുന്ന് കൊടുത്തു വിടുന്ന ഒരു വോട്ട് പെട്ടി അല്ലെങ്കിൽ സമ്മാന പെട്ടി എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു സമ്മാനമാണ് അല്ലുസൂദ് കാർഗോ നമുക്ക് നൽകുന്നത്. 50 കിലോ കാർഗോ 5 പേർക്ക് നാട്ടിലേക്ക് അയക്കാം എന്നുള്ളതാണ്
മറ്റൊരു സമ്മാനമായിട്ട് വരുന്നത്. പിന്നെ ഫിറ ഫുഡ്സ് നൽകുന്ന സമ്മാനത്തിന് പ്രത്യേകത വേറെ ഒന്നും കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 10 ഗിഫ്റ്റ് ഹാമ്പറുകളാണ് നൽകുന്നത് ഫിറ ഫുഡ്സ്. അത് നിങ്ങൾക്ക് യുഎയിലാണെങ്കിൽ യുഎയിൽ, ഇനി നാട്ടിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള സമ്മാനം കൂടി നൽകുന്നുണ്ട്. അപ്പൊ ഇത്രയും സമ്മാനങ്ങളുമായിട്ട് രാഷ്ട്രീയവും തമാശകളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മുൻഗണന നൽകിക്കൊണ്ട് നമ്മുടെ ഒരു ലൈവ് ഉണ്ടായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളും ധന്യ ചേച്ചി അവിടെ 8 മണിക്കാണെങ്കിൽ നമ്മളിവിടെ 5:30 കുളിച്ച് കുട്ടപ്പനായിക്കൊണ്ട് അതിനെ വരവേൽക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ദാവൂദ്, അതിന്റെ ഒരു ചിത്രം നമുക്ക് ലഭിച്ചു. ആമിന, എന്താണ് ഇവിടെ കൂടുതൽ കാലം ചെലവഴിച്ച ഒരു വിദ്യാർത്ഥി എന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ജേർണലിസം സ്റ്റുഡന്റ് എന്ന രൂപത്തിൽ എന്താണ് കേരള ഇലക്ഷനെ കുറിച്ചുള്ള മനസ്സിൽ വരുന്ന ചിത്രം ആമിന? പൊതുവെ ഇവിടുത്തെ യങ്ങസ്റ്റ് ക്രൗഡിന് അസംബ്ലി ഇലക്ഷൻസ് ആണെങ്കിലും പാർലമെന്ററി ഇലക്ഷൻസ് ആണെങ്കിലും അത് കുറച്ചുകൂടി തീപ്പൊരി പാർന്ന ഒരു പോരാട്ടം പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ പേഴ്സണലി എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയി തോന്നാൻ കാരണം ഗ്രാസ് റൂട്ട് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു വലിയ കോൺസെപ്റ്റ് ഈ ഇലക്ഷനിൽ എപ്പോ നടന്നാലും വരുന്നുണ്ട്. കാരണം ആൾക്കാരുടെ പേഴ്സണൽ ആയിട്ട് അറിയുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും മിക്കപ്പോഴും ഈ വാർഡുകളിലും ഈ പഞ്ചായത്തുകളിലും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഓരോ കാൻഡിഡേറ്റും പേഴ്സണലി ഇപ്പൊ വരുന്ന സോഷ്യൽ ഇഷ്യൂസിനെയൊക്കെ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളത് ഈ വോട്ടേഴ്സ് നോക്കിയിരിക്കും. എസ്പെഷ്യലി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടും കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ടും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ഥാനാർത്ഥിയും ജനങ്ങൾ കാണുന്നുണ്ട് അവരെങ്ങനെ ആ സോഷ്യൽ ഇഷ്യൂസിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതും വോട്ടേഴ്സ് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചൂടുണ്ട് ഇത്തവണത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ. അത് മാത്രമല്ല ടോട്ടൽ വോട്ടേഴ്സിന്റെ പെർസെന്റേജ് നോക്കിയാൽ നമ്മള് ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യാൻ ഇപ്പൊ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ. പിന്നെ വാർഡുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം കഴിഞ്ഞ 2020 ഇലക്ഷൻസ് നോക്കുമ്പോൾ. അപ്പം ഡീലിമിറ്റൈസേഷൻ അങ്ങനെ ഒരു പോളിസിയും കൂടെ നടന്നിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ ലോക്കൽ ബോഡി ഇലക്ഷൻസ് ഇപ്പൊ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിക്കൊണ്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ. കാരണം നാട്ടിലുള്ള നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് സന്തോഷം അറിയിക്കാനും അവരുടെ വാർഡിൽ എന്തായി അവരുടെ പഞ്ചായത്തിൽ എന്തായി എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാനും മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരാണ്. US നോക്കിയാലും വെസ്റ്റേൺ സൈഡ് നോക്കിയാൽ ഇത്രയും ലോക്കൽ ബോഡിക്ക് പ്രാധാന്യം കൊടുക്കില്ല. പക്ഷെ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോഴും പ്രവാസികൾ ഇങ്ങനെ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നാളെ രാവിലെയുടെ ആ നിമിഷങ്ങൾ അറിയാൻ വേണ്ടിയാണ്. LDF, UDF, NDA എന്നിങ്ങനെയായി നിൽക്കുന്നു. പിന്നെ പ്രാദേശികമായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ സമയത്ത് നിൽക്കുമ്പോഴും നമ്മൾ സമ്മാനങ്ങൾ എപ്പോഴും ലക്ഷ്യം വെക്കുന്നു. നമുക്ക് എല്ലാവർക്കും സമ്മാനം കിട്ടില്ല എന്നറിയാം, കുറച്ചു പേർക്കെങ്കിലും കിട്ടുമെന്നറിയാം. അതിനുവേണ്ടിയുള്ള ഒരു സൂചനയാണ് ആദ്യം പറയുന്നത്. എത്രയൊക്കെ ആയിരിക്കും നിങ്ങളുടെ കണക്കിൽ? ഇന്ന് രാത്രി തന്നെ സമ്മാനം കിട്ടുന്നവരുണ്ടാകും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ ഇൻബോക്സിൽ വന്നിട്ട് ഇടുക. ഈ ഫേസ്ബുക്ക് ലൈവിന്റെ അടിയിൽ നിങ്ങളുടെ ഒരു ഉത്തരവുണ്ടായിരുന്നാൽ അത് ഏതാണ്ട് താല്പര്യപൂർവ്വം ശരിയായി വന്നാൽ നിങ്ങൾക്ക് ഇന്നത്തെ വകയിലുള്ള ഒരു സമ്മാനം കിട്ടും. ആ ചോദ്യം, LDFന് എത്ര കിട്ടാൻ സാധ്യതയുണ്ട് ജില്ലാ പഞ്ചായത്ത്? UDFന് എത്ര കിട്ടാൻ സാധ്യതയുണ്ട്? NDAക്ക് കിട്ടുമോ? കിട്ടുമെങ്കിൽ എത്ര? ഇങ്ങനെയുള്ള LDF, UDF, NDA എന്ന രൂപത്തിലൊരു കണക്ക് അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ശരിയായി വന്നാൽ, ശരിയായില്ലെങ്കിൽ ഏകദേശം പൊരുത്തപ്പെട്ട് വന്നാൽ നിങ്ങൾക്ക് അതിന്റെ സമ്മാനം കിട്ടും. എയർ ടിക്കറ്റ്, ഫിറ ഫുഡ്സിന്റെ ഗിഫ്റ്റ് ബോക്സ് വീട്ടിൽ കിട്ടാവുന്ന വിധത്തിൽ, പിന്നെ അൽ സൂദ് കാർഗോയുടെ സമ്മാനം കിട്ടാവുന്ന വിധത്തിൽ ഒക്കെ ആയിട്ട് ഞങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഒരുപക്ഷെ നേരം വെളുക്കുമ്പോൾ കൂടുതൽ സമ്മാനങ്ങൾ തരാൻ വേണ്ടി മറ്റുള്ളവരും തയ്യാറായേക്കാം. നമുക്ക് കാത്തിരിക്കാം. അപ്പൊ നാളെ രാവിലെ കാണാം. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ ദാവൂദ്, ആമിന, ധന്യ? പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ തൽക്കാലം ഈ ലൈവ്. ഇലക്ഷന്റെ തീപ്പൊരി പാർന്ന പോരാട്ടം മാത്രമല്ല, നമ്മുടെ ഗിഫ്റ്റുകൾക്കും നമ്മുടെ സമ്മാനങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് നാളെ രാവിലെ UAE സമയം 6:30 നമ്മളിവിടെ കാത്തിരിക്കുന്നത്. ഇന്ത്യൻ സമയം 8 മണിക്ക്. അപ്പൊ നമ്മൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ മാക്സിമം എൻകറേജ് ചെയ്യാണ്. ഗിഫ്റ്റുകൾ ഉണ്ട്. തീർച്ചയായും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കാം. അതിന്റെ ഫലമാണ് അറിയാൻ പോകുന്നത്. അത് സമയത്തിന്റെ വ്യത്യാസമൊന്നും കണക്കിലാക്കണ്ട. നമ്മൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ഇരുന്ന് വർത്താനം പറഞ്ഞു. പക്ഷെ ഏറ്റവും അധികം രാഷ്ട്രീയം ഇവിടത്തെക്കാട്ടിലും നന്നായി ചർച്ച ചെയ്യുന്നവരാണ് ഗൾഫിലെ പ്രവാസികളെന്ന് നേരിട്ട് അറിഞ്ഞവരാണ് പല ഘട്ടത്തിലും. എന്തായാലും ആ ചൂടും ആ ഒരു ഊർജ്ജസ്വലതയും അവിടുത്തെ പ്രതികരണത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ വാർഡുകളിലും നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഞങ്ങളെ അറിയിക്കുക. ഏത് രാഷ്ട്രീയമാണ് ചർച്ച ചെയ്തത് നിങ്ങളുടെ വാർഡുകളിൽ നിന്ന് ഞങ്ങളെ കമന്റ് മുഖേന അറിയിക്കുക. നിങ്ങളുടെ സജീവമായ പങ്കാളിത്തമാണ് സത്യത്തില് ഈ ഒരു
ഡിസ്കഷനാക്കി മാറ്റുന്നത്. അത് എപ്പോഴും ഉണ്ടാവാറുണ്ട് ആ പിന്തുണ, അത് നാളെയും ഉണ്ടാകണം. 3000-ലധികം പേര് ഇവിടെ നിന്ന് വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടല്ലേ ദാവൂദ്? അതെ അതെ, ഒരുപാട് ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പഞ്ചായത്ത് പിടിച്ചെടുക്കണം, പഞ്ചായത്ത് നിലനിർത്തണം, വാർഡ് നിലനിർത്തണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ വോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളും വെയിറ്റ് ചെയ്യാണ് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ മുഖം ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എന്താവും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പം പ്രത്യേകിച്ച് UDF വളരെ നിർണായകമായിട്ടുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ട്, സമ്മാനങ്ങൾ നൽകിക്കൊണ്ട്, തമാശകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ ലൈവിൽ കാണാം. നമുക്കും പറയാം ജബലലി പഞ്ചായത്തിലെ ഇന്ന വാർഡിൽ, അല്ലെങ്കിൽ കിസൈസ് പഞ്ചായത്തിലെ വാർഡിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്കും പറയാവുന്ന സാഹചര്യം ഉണ്ടാകട്ടെ. അതെ അതെ. അപ്പോൾ ശരി, എല്ലാം നന്നായി വരട്ടെ. നമുക്ക് നാളെ രാവിലെ സമ്മാനങ്ങളുമായിട്ട് കാണാം. ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. ഇതിന്റെ ഉത്തരങ്ങൾ ഏകദേശം സൂചന കിട്ടിയാൽ നമുക്ക് സമ്മാനങ്ങൾ അതുപോലെ ഗംഭീരമാക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.